നമസ്കാരം, ഞാൻ ബെനു വർഗീസ്. വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടിൻ്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി, ഏത് തരം ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഞാൻ ഫുട്ടിംഗ് ഫൗണ്ടേഷൻ, റാൻഡം ഡബിൾ മേസണറി ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ, അങ്ങനെ പല ഫൗണ്ടേഷനുകളെക്കുറിച്ചും പറയുകയുണ്ടായി. ഒരു വീട് പണിയാൻ അത് ഏത് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്തുകൂടാ എന്നുള്ളതാണ്. ഡൂസ് ആൻഡ് ഡോൺട്സ് ഇൻ ഫൗണ്ടേഷൻ വർക്ക്സ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്തത്. തീർച്ചയായും നമ്മുടെ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും നല്ലൊരു ശ്രദ്ധയോടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലാൻഡ്, നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ലാൻഡ് നമ്മളെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറെ കാണിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർ വന്നിട്ട് ആ പ്രോപ്പറായിട്ടുള്ള സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ലാൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. അത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എഞ്ചിനീയർ വന്ന് സോയിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ എഞ്ചിനീയർ വന്ന് നടത്തിയിരിക്കണം. അതിനുശേഷം അതോടൊപ്പം തന്നെ നമ്മുടെ സൈറ്റ് അവർ നോക്കുന്നു, മറ്റുള്ള വീടുകളുടെ ഫൗണ്ടേഷൻ ഏതൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കുന്നു, നമ്മുടെ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത് ഒക്കെ അനലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ ടേബിളിൻ്റെ ലെവൽ, അതായത് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷന് നമ്മുടെ വീടിൻ്റെ ചുറ്റിനുമുള്ള വാട്ടർ ടേബിൾ, അതായത് വീടിൻ്റെ പറമ്പിനകത്ത് നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ ആ വെള്ളം പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തതായിട്ട് ഉണ്ട്. അപ്പോൾ ആ വാട്ടർ ടേബിൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു കാര്യം നോക്കുന്നത് വെച്ചാൽ സോയിലിൻ്റെ ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ചതുപ്പ് നിലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വളരെ ലൂസ് സോയിലോ അല്ലെങ്കിൽ വളരെ വാട്ടർ ലോക്ഡ് ഏരിയ ആണെങ്കിൽ തീർച്ചയായും സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റ് നമ്മൾ തീർച്ചയായും നടത്തിയിരിക്കുക. എന്നിട്ടായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ഡിസൈൻ നമ്മുടെ എഞ്ചിനീയർ തയ്യാറാക്കുന്നത്. നമ്മൾ ആ ഡിസൈൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസൈൻ പ്രകാരം തന്നെ നമ്മൾ എങ്ങനെ ചെയ്തു പോകാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ കോൺട്രാക്ടർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നവർ അത് ചെയ്തു പോകണം. ആ ഡിസൈനിനകത്ത് പറയുന്ന ഡെപ്ത്ത്, ഇപ്പം 1.2 മീറ്റർ ഡെപ്ത്ത് ആണെങ്കിൽ ആ പ്രോപ്പറായിട്ട് ആ ഒരു ഡെപ്ത്തിൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്യുക, ലെവൽ ചെയ്യുക. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ, അതായത് PCC ലെവല് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെഷ്, അതായത് ഫുട്ടിംഗ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ അടുത്തത് മെഷാണ് അതിൻ്റെ ലെയർ വരുന്നത്, ആ മെഷ് ലെയർ ചെയ്യുക. അടുത്തത് നമ്മുടെ മെഷ് ലെയറിനൊപ്പം തന്നെ നമ്മുടെ പില്ലർ, അതായത് കോളം നമുക്ക് കറക്റ്റായിട്ടത് എന്താ പറയുക, നമ്മൾ എറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ എറക്ഷനൊന്നും തന്നെ വലിയ പ്രാധാന്യം ആരും തന്നെ കൊടുക്കത്തില്ല. അങ്ങനെയല്ല, അത് വളരെ പ്രോപ്പറായിട്ട് വളരെ വാട്ടർ ലെവൽ നോക്കി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മുടെ ഈ കോളത്തിൻ്റെയൊക്കെ തന്നെ എറക്ഷൻ ചെയ്യാൻ വേണ്ടി. ഒരു കമ്പി അങ്ങോട്ട് ചരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കോളം മൊത്തത്തിൽ ചരിഞ്ഞിരിക്കുക, അങ്ങനെയൊന്നും നമുക്ക് വരാൻ പറ്റത്തില്ല. വളരെ പ്രോപ്പറായിട്ടുള്ള നല്ല ലെവലിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ, ഇപ്പോൾ 3 നിലയാണെങ്കിലും 4 നിലയാണെങ്കിലും 2 നിലയാണെങ്കിലും മുകളിൽ വരെ പോകേണ്ട പില്ലറായിരിക്കാം ഇത് വളരെ ലെവലിൽ വളരെ പ്രോപ്പറായിട്ട് വേണം നമ്മളത് എറക്റ്റ് ചെയ്യാൻ. അതിനുശേഷം നമ്മളതിൻ്റെ സ്റ്റെപ്ഡ് ഫുട്ടിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യൂബ്ഡ് ഫുട്ടിങ് ആണെങ്കിൽ ആ രീതിയിലുള്ള ഫുട്ടിങ് നമ്മൾ ഐസൊലേറ്റഡ് ഫുട്ടിങ് ആണെങ്കിൽ നമ്മൾ ചെയ്തു പോവുക. ഇതിനൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രോപ്പറായിട്ടുള്ള കവർ നമ്മൾ കൊടുക്കുക. കവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ പുറത്ത് നിന്ന് നമ്മുടെ കമ്പി വരെയുള്ള ആ ദൂരം, ആ ചെറിയ ദൂരം 5 സെൻറ്റിമീറ്റർ ആവും, 8 സെൻറ്റിമീറ്റർ ആവും, 10 സെൻറ്റിമീറ്റർ ആവും. ആ കവർ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ പ്രോപ്പറായിട്ടുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ കോൺക്രീറ്റിൻ്റെ എബിലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കവറിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ, എന്തുകൊണ്ടാണ് കവർ യൂസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷേ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മൾ വളരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു വാട്ടർ ലോക്ഡ് ഏരിയ ആണെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് തൊട്ട് തന്നെ നമ്മൾ DPC, അതായത് ഡാം പ്രൂഫ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്ക് ഫില്ലിങ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഗ്രൗണ്ട് ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ കോളം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ PCC വർക്കായിരിക്കും. അപ്പോൾ PCC വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സെക്കൻഡ് ലെയർ ഓഫ് PCC ആണ് അല്ലേ. അതായത് നമ്മുടെ ഫുട്ടിംഗ് ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ
ലെങ്തിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ PCC ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റാൻഡ് ട്രിപ്പിൾ രജിസ്റ്റർ വയ്ക്കാനും നേരത്തെ കൂടുതലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഫുട്ടിംഗ് ഫൗണ്ടേഷനാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രിക്ക് പോകുന്ന, അതായത് ഫൗണ്ടേഷൻ പോകുന്ന ആ ലെവലിൽ മൊത്തം തന്നെ, നീളത്തിൽ മൊത്തം തന്നെ നമ്മൾ PCC ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. PCC ചെയ്യുന്നതിന് മുമ്പ് ആ PCC പോകുന്ന ഏരിയകൾ വളരെ നല്ലതായിട്ട് ഹാർഡായിട്ട് ഇടിച്ച് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട്. നമ്മൾ PCC പോകുന്നതിൻ്റെ ട്രാക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ PCC ചെയ്യുന്നത്, അതായത് നമ്മുടെ വീടിൻ്റെ ബ്രിക്കിൻ്റെ വീതി 23 വിചാരിക്കുക. ഈ സോളിഡ് ബ്ലോക്ക് ആണെന്ന് ഉണ്ടെങ്കിൽ 20 വിചാരിക്കുക. നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെ വീതി 23 20 ആയിക്കോട്ടെ. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വീതി നമുക്ക് നമ്മുടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മൾ കൊടുക്കണം. അതായത് ഒരു 30 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ വീതിക്ക് നമ്മൾ ചെറിയ ട്രെഞ്ച് എടുത്ത് ഇടിച്ചുറപ്പിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ PCC ചെയ്യുവാൻ. നമ്മൾ PCC ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് PCCയുടെ തിക്നെസ് എങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഭൂമിക്കടിയിലേക്കും 5 സെൻറ്റിമീറ്റർ നമ്മുടെ ഭൂമിക്ക് മുകളിലേക്കും വെക്കുന്ന രീതിയിൽ PCC ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, നമ്മളതിൻ്റെ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്ത് നമുക്കൊരു ഹാർഡ് ലെവലിംഗ് കോഴ്സ് നമുക്ക് താഴെ നമുക്ക് കിട്ടും. രണ്ടാമത്, നമ്മൾ സൈഡിൽ നമുക്ക് സ്റ്റോണോ ഇൻ്റർലോക്കോ പെബിൾസോ എന്തിടുകയാണെങ്കിലും ആ 5 സെൻറ്റിമീറ്റർ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പം നമ്മളൊരു 5 സെൻറ്റിമീറ്റർ PCC പൊങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു 15 സെൻറ്റിമീറ്റർ ഡെപ്തുള്ള PCC ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഭൂമിക്കടിയിലേക്കും 5 സെൻറ്റിമീറ്റർ മുകളിലേക്കും എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 30 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പ്ലിന്ത് ബീമിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റിൻ്റെ ലെവൽ പിടിക്കുവാനും ഒക്കെ തന്നെ നമുക്ക് നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് യൂഷ്വലി നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ വരുന്ന ഒരു 45 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ വരെയുള്ള പ്ലിന്ത് ബീമുകളായിരിക്കും. അത് വളരെ പ്രോപ്പറായിട്ട് ലെവലായിട്ട് ഷട്ടർ ചെയ്ത് റീഇൻഫോഴ്സ്മെൻറ്റ് വർക്കുകൾ ചെയ്ത് നമ്മൾ അതിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റീഇൻഫോഴ്സ്മെൻറ്റ് വർക്കുകളായിരിക്കും നമ്മൾ അതിനകത്ത് ആദ്യമേ തന്നെ ബേസിക്കായിട്ട് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള കമ്പിയെല്ലാം കെട്ടുക, അതിനുശേഷം നമ്മൾ ഷട്ടറിങ് ചെയ്യുക. ഷട്ടറിങ് ഫൗണ്ടേഷനിൽ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതിൻ്റെ ലെവല്, അതിൻ്റെ സ്ട്രെയിറ്റ്നെസ് വളരെ കറക്റ്റായിരിക്കണം. നമ്മുടെ ഭിത്തികൾ പോകേണ്ട ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പറായിട്ട് ഒരു ചരട് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ലെവലിൽ നേരെ കിട്ടുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് ഷട്ടറിങ് നമുക്ക് ചെയ്യണം. ഏറ്റക്കുറച്ചുകളൊന്നും വരാതെ നല്ല പ്രോപ്പറായിട്ടുള്ള ലെവൽഡ് ഫൗണ്ടേഷന് വേണ്ടിയുള്ള നമ്മുടെ പ്ലിന്ത് ബീമിന് വേണ്ടിയുള്ള ഷട്ടറിങ് വർക്കുകളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, സിമെൻറ്റ്, കമ്പി, അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കൂടെ മിശ്രിതമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ കൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടക്കണം. അതായത് വൈബ്രേറ്റർ ആൻഡ് കോമ്പാക്ടർ അല്ലെങ്കിൽ വൈബ്രേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇത് 45 സെൻറ്റിമീറ്റർ പൊക്കത്തിലുള്ള വലിയ കോൺക്രീറ്റ്, അതായത് ഹൈറ്റുള്ള കോൺക്രീറ്റാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മുടെ റൂഫ് സ്ലാബ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആയിരിക്കും നമ്മൾ റൂഫ് സ്ലാബുകൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് റൂഫ് സ്ലാബുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 തൊട്ട് 18 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് അങ്ങനെയല്ല വരുന്നത്. നമുക്ക് 45 സെൻറ്റിമീറ്ററെങ്കിലും മിനിമം പൊക്കമുള്ള ഒരു പ്ലിന്ത് ബീമാണ് നമ്മൾ വാർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വൈബ്രേറ്റർ ഉപയോഗിച്ച് റെഗുലർ ഇൻ്റർവെൽസിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് വേണം ഇരിക്കാൻ. ക്വാണ്ടിറ്റിയിൽ നടക്കുന്ന ആ പ്രോസസ്സിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള റെഗുലറായിട്ടുള്ള വൈബ്രേഷനും അല്ലെങ്കിൽ വൈബ്രേറ്റർ ഉപയോഗിച്ചുള്ള കോമ്പാക്ഷൻ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് നമ്മൾ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഷട്ടറിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും നമ്മൾ തൊട്ടടുത്ത ദിവസം, അതായത് ഇന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതിൻ്റെ ഷട്ടറിങ് നമ്മൾ റിമൂവ് ചെയ്യരുത്. ഒരു 48 hours കഴിഞ്ഞിട്ട് ഈ 48 hours-ൻ്റെ ഇടയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ടോപ്പ് ലെവലിൽ നിന്നുള്ള വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. അതായത് വെള്ളം മുകളിൽ നിന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു 48 hours ഇരിക്കണം. അതിനുശേഷം വേണം നമ്മൾ നമ്മുടെ ഷട്ടറിങ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ. ചിലരൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് കോൺക്രീറ്റിങ് ചെയ്യുന്നു, നാളെ രാവിലെ തന്നെ ഈ ഷട്ടറിങ് റിമൂവ് ചെയ്ത് സൈഡിലൊക്കെ വെള്ളം ഒഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അതുള്ള മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ കുറച്ചുള്ള സെറ്റിംഗ് ടൈം ആണെങ്കിൽ നമ്മൾ ഈ ഷട്ടറിങ് ഇളക്കുമ്പോൾ തന്നെ ഈ എഡ്ജസ് എല്ലാം തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. കയറി ഇറങ്ങി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 48 hours എങ്കിലും നമ്മൾ എടുത്തതിന് ശേഷം വേണം നമ്മുടെ ഇതിൻ്റെ ഷട്ടേഴ്സ് റിമൂവ് ചെയ്യാൻ. ആ ഷട്ടേഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈഡെല്ലാം തന്നെ നമുക്ക് നനച്ചു കൊടുക്കാം. ഈ 48 hours എന്ന് പറഞ്ഞ സമയത്ത് വെള്ളം ഒഴിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
നമ്മൾ കോൺക്രീറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള വാട്ടറിങ് നമ്മുടെ പ്ലിന്ത് ബീമിന് ആവശ്യമാണ്. നമ്മൾ ഷട്ടേഴ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ റെഗുലറായിട്ടുള്ള വാട്ടറിങ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫൗണ്ടേഷൻ വർക്കുകളും പ്ലിന്ത് ബീം വരെയും നമ്മൾ തീർച്ചയായിട്ടും ഡാം പ്രൂഫ് കോട്ട് DPC നമ്മൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആ DPC കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതായത് DPC ചെയ്യുമ്പോൾ അകവും പുറവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് റെഡിയാവും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് ടൈമും നമ്മുടെ ഫൗണ്ടേഷൻ കൊടുക്കണം. കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. നമ്മുടെ ഭൂമിക്ക് അടിയിൽ നിന്ന് വന്ന് നമ്മുടെ പ്ലിന്ത് ബീം വരെ വരുന്ന, അല്ലെങ്കിൽ RR മേസണറി ടോപ്പ് വരെ വരുന്ന, അല്ലെങ്കിൽ പ്ലിന്ത് ബെൽറ്റ് വരെ വരുന്ന ഒരു മേജറായിട്ടുള്ളൊരു കാര്യമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ ക്യൂറിങ് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക, പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് പീരീഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല ഒരു വീടിൻ്റെ അടിത്തറ നമുക്ക് പണിയുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ ഫൗണ്ടേഷൻ സംബന്ധിച്ചുള്ള ഓരോരോ കാര്യങ്ങളാണ്, ഓരോരോ സ്റ്റേജസാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറഞ്ഞത്. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. താങ്ക് യു.